SIR-ൽ പരാതികൾ കൊടുക്കാനുള്ള സമയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം ഈ ജനുവരി 30 വരെ നീട്ടിയിരിക്കുകയാണ്. ഇതേ സമയം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി കേരള പതിപ്പിനെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇവിടെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ഒല്ലൂക്കര നെട്ടിശ്ശേരി വില്ലേജിന് കീഴിൽ ബൂത്ത് നമ്പർ 150, 151, 155, 157, 163, 166, 150 തൃശ്ശൂർ അസംബ്ലി സെഗ്മെൻറ്റിലെ 150, 151, 155, 157, 163, 166 എന്നീ ബൂത്തുകളിൽ അകാരണമായി കൂട്ടത്തോടെ വോട്ടർമാരെ വെട്ടി നീക്കാൻ ഫോം നമ്പർ 7 സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ച് ദിവസം 10 ഫോം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. സ്വാഭാവികമായും BLOമാർ BJPയുടെ നേതാക്കന്മാരും BLAമാരും സമീപിച്ചപ്പോൾ 10 മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ദിവസമായി കൊണ്ടുവരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ BLOമാർ വാങ്ങുകയുണ്ടായി. ഇതിൽ 180-ൽ 47 അപേക്ഷയും 151-ൽ 52 അപേക്ഷയും 155-ൽ 100 അപേക്ഷയും 157-ാം നമ്പർ ബൂത്തിൽ 73 അപേക്ഷയും 163-ൽ 17 അപേക്ഷയും 166-ൽ 85 അപേക്ഷയും കൊടുക്കുകയുണ്ടായി. ഇതിലേറ്റവും അട്ടിമറി നടക്കാൻ പോകുന്നു എന്നുള്ള വിവരം തെളിയിക്കപ്പെട്ടത് 166-ാം നമ്പർ ബൂത്തിലെ BLO തേജസ് തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകനെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഫോം നമ്പർ 7 BJPക്കാർ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോഴാണ് സ്വാഭാവികമായും BLOമാർക്ക് സംശയം തോന്നിയതും BLOമാർ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൊടുത്ത അപേക്ഷയിൽ 90% പേരും ആ സ്ഥലത്തുള്ളവരെ അകാരണമായി നീക്കം ചെയ്യാൻ. മാത്രമല്ല ബാക്കിയുള്ള 10% എന്ന് പറയുന്നത് മരിക്കാത്തവരെ മരണപ്പെട്ടു എന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് ഒരു വെൽ പ്ലാൻഡ് ഗെയിമിൻ്റെ ഭാഗമാണ്. അന്ന് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിലാണ് സ്ഥലത്തില്ലാത്തവരെ താൽക്കാലികമായി ഇവിടെ താമസിക്കുന്നു എന്ന് CPMൻ്റെ സഹായത്തോടു കൂടി രേഖയുണ്ടാക്കി വോട്ട് ചേർത്തിരുന്നെങ്കിൽ ഇന്ന് അതേ രീതിയിൽ തന്നെ